രേവതി ബാബു, നേരത്തെ അരുൺ പറഞ്ഞതാണ് കേരളത്തിലെ വ്യവസായ നയം. സ്വിഫ്റ്റ് പദ്ധതി അനുസരിച്ച് സ്വിഫ്റ്റ് അനുസരിച്ച് അപേക്ഷ നൽകിയാൽ 3 വർഷത്തിനുള്ളിൽ മാത്രമേ ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെതുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈസൻസ് ആ സ്ഥാപനം സ്വന്തമാക്കേണ്ടതുള്ളൂ. 3 വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കിയാൽ മതി. നേരിട്ട് സർക്കാർ തന്നെ നടപ്പിലാക്കുന്ന ഒരു വ്യവസായ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിങ്ങൾക്ക് സംശയം തോന്നാൻ എന്താണ് കാരണം? 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പഞ്ചായത്തിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒന്ന്, ഈ വിഷയം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാമായിരുന്നുവെന്ന് ഒയാസിസ് കമ്പനി പറയുന്നു. നമ്പർ 1. നമ്പർ 2, സ്ഥലം വാങ്ങിയത് കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരിൽ ഒരാളുടെ ഇടനിലയിലാണ് എന്നുള്ളതും നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. മാത്രവുമല്ല, ഇതിൽ ജലചൂഷണത്തിൻ്റെതായ ഒന്നുമില്ലെന്നും വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴവെള്ള ജലസംഭരണി ഉപയോഗിച്ചാണ് പ്രാഥമികമായി ഈ ജലം കണ്ടെത്തുന്നതെന്നും ബാക്കിയുള്ളത് കിൻഫ്രയിലേക്കുള്ള വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നതെന്നും വ്യക്തമായി പറയുന്നു. ഗ്രൗണ്ട് വാട്ടർ അഥവാ ഭൂഗർഭജലം ഉപയോഗിക്കാതെയാണ് ഈ പദ്ധതിയെങ്കിൽ നിങ്ങളതിനെ എതിർക്കേണ്ടതുണ്ടോ രേവതി ബാബു? നമസ്കാരം. സത്യത്തിൽ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടും കൊണ്ട് അടിമുടി ദുരൂഹതയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിസഭ തീരുമാനം ഇറങ്ങിയ ആ സമയം തൊട്ട്, കാരണം മന്ത്രിസഭ പ്രാരംഭ അനുമതി കൊടുക്കുന്നത് തന്നെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കൊടുക്കുന്നത്. കഞ്ചിക്കോട് എങ്ങനെയാണ് വന്ന് എലപ്പുള്ളി എത്തിയത്? അവിടെ മുതൽ ഇതിൻ്റെ ദുരൂഹത തുടങ്ങുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ നേരത്തെ അതായിരുന്നു ആരോപണം, പിന്നെ നയമായിരുന്നു ആരോപണം, പിന്നെ വെള്ളമായിരുന്നു ആരോപണം, പിന്നെ പൊല്യൂഷനായിരുന്നു ആരോപണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ പുതിയ ആരോപണത്തിലേക്ക് പോകുന്നു. ഇപ്പം ജലമാണ് ആരോപണം എന്ന് പറയുന്നു. ഇതും 2 ദിവസം കഴിഞ്ഞാൽ മാറി ചിന്തിക്കും, പറയും എന്നാണ് പറയുന്നത്. ആ ആരോപണങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല. അതൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പുതിയ പുതിയ ആരോപണങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ അടിമുടി ദുരൂഹത എന്ന്. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ദുരൂഹതയുണ്ട്. അതാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ കമ്പനിക്ക് എലപ്പുള്ളി പഞ്ചായത്തുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? കമ്പനി പഞ്ചായത്തിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അറിയിച്ചത്? രേഖാമൂലം ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല 6 മാസങ്ങൾക്ക് മുമ്പ്. കാരണം ഏകജാലക കമ്മിറ്റിയിൽ ആ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അംഗമാണ്, ശരിയാണ്. പക്ഷേ സെക്രട്ടറിക്ക് ഇതുവരെ ഒരു ഫയൽ പോലും ലഭിക്കാതെ 6 മാസങ്ങൾക്ക് മുൻപ് സെക്രട്ടറിയോട് താങ്കളുടെ പഞ്ചായത്തിൽ ഒയാസിസ് കമ്പനി വരുന്നുണ്ട്, അതിൽ ആരുടെയെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിൽ ലഭിക്കാത്ത പരാതി എങ്ങനെയാണ് ഉണ്ട് എന്ന് സെക്രട്ടറി പറയുന്നത്? ഈ സംഭവം മന്ത്രിസഭാ തീരുമാനം പുറത്ത് വന്ന ഉടനെ തന്നെ അവിടെയുള്ള ജനങ്ങൾ മൊത്തം പ്രതികരിച്ചു, നാട്ടുകാർ പ്രതികരിച്ചു, പഞ്ചായത്ത് ഭരണസമിതി പ്രതികരിച്ചില്ലേ? അപ്പോൾ പ്രതിഷേധം ഇല്ലാണ്ടാണോ ഈ ജനങ്ങളൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് പ്രതികരിച്ചത്? അതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞു ഒരു മെമ്പർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ആ പ്രവർത്തകൻ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അങ്ങേരൊരു റിയൽ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സ്ഥലം വാങ്ങലും കൊടുക്കലും ഒക്കെ. പാലക്കാടുള്ള ഗോപികൃഷ്ണൻ പാലപ്പുറം ഒറ്റപ്പാലം എന്നുള്ള വ്യക്തിയാണ് ഈ വ്യക്തിയെ സമീപിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കമ്പനിയാണോ നേരിട്ട് സമീപിച്ചത്? അല്ലല്ലോ. ഈ വ്യക്തിക്ക് അറിയില്ലല്ലോ ഇത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. ആ തൊഴിലിനെ എങ്ങനെയാണ് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? അത് തീർത്തും അപഹാസ്യമാണ് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. 26 ഏക്കർ സ്ഥലവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒയാസിസ് കമ്പനിയുടെ പേരിലല്ലേ? ആ ഒയാസിസ് കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കോൺഗ്രസ് പ്രവർത്തകനൊരു സംശയവും തോന്നില്ലേ? ഇല്ല, അത് ആ പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ സ്ഥലം വാങ്ങുമ്പോൾ എന്താവശ്യത്തിനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അനുവദിച്ച് കിട്ടുന്ന മുറയ്ക്ക് കമ്പനി ഏതെന്ന് വെളിപ്പെടുത്താൻ കഴിയൂ എന്ന് ആ പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ചാനലിൽ. പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് അയാളുടെ തൊഴിലാണ്. രേവതി ബാബു നേരത്തെ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ പഞ്ചായത്തിന് ഒരു കാര്യവും അറിയാതെ പോയിരുന്നു എന്നുള്ളത്. പക്ഷേ നിലവിൽ സ്വിഫ്റ്റ് പദ്ധതി അനുസരിച്ച്
പഞ്ചായത്തിനെ ആദ്യഘട്ടത്തിൽ അറിയിക്കേണ്ടതില്ല. ഈ ലൈസൻസ് കൊടുത്ത് പ്രവർത്തനക്ഷമമായി 3 വർഷത്തിനുള്ളിൽ മാത്രമേ പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമുള്ളൂ. നോക്കൂ, നിലവിലുള്ള അവസ്ഥയിൽ നമ്മുടെ മുന്നിലുള്ള ചില ഡോക്യുമെന്റുകളുണ്ട്. മഴവെള്ള സംഭരണിയാണ് പ്രാഥമികമായി ആശ്രയിക്കുക. 5 ഏക്കറിലായിട്ട് വലിയൊരു മഴവെള്ള സംഭരണി ഈ കമ്പനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് അനുമതി കൊടുത്തേ മതിയാകൂ. 2, കിൻഫ്ര പ്ലാന്റിൽ നിന്ന് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്ന് സമ്മതിപത്രം കൊടുത്തിരിക്കുന്നു. അതിനും നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാനുള്ള സാധ്യതയില്ല. മാലിന്യവും ഉണ്ടാവില്ല എന്ന് ഈ കമ്പനി ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കാൻ പറ്റൂ? സ്ട്രെയിറ്റ് ചോദ്യമാണ് രേവതി. എന്ത് ഉറപ്പ് വരുത്തിയാലും കൊടുക്കില്ല എന്നുള്ളത് തീരുമാനമാണ്. എങ്ങനെ കൊടുക്കാതിരിക്കും നിങ്ങൾ? എതിരല്ല. എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ തിരസ്കരിക്കും? ഒന്നും എതിരല്ല. എങ്ങനെ തിരസ്കരിക്കും രേവതി? എന്ത് കാരണം പറഞ്ഞ് തിരസ്കരിക്കും? അതായത് തിരസ്കരിക്കാൻ കാരണമുണ്ട്. കാരണം ഈ പഞ്ചായത്തിൽ ജനിച്ച് വളർന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുടിവെള്ളത്തിന് കിലോമീറ്ററുകളോളം നടന്ന് പാടങ്ങളിലുള്ള കുഴികളിൽ നിന്ന്, അതായത് കല്ലുകുഴി എന്ന് പറയും, ഈ കല്ലുകളുടെ ഇടയിൽ ഉറവ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതിനെ കപ്പ് കൊണ്ട് കുടങ്ങളിൽ മുക്കിയെടുത്ത് ഇടുപ്പിലും തലയിലും ചുമന്നുകൊണ്ട് കിലോമീറ്ററുകൾ നടന്നിട്ടുള്ള അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കുടിവെള്ളം അത് പറഞ്ഞ് വെള്ളം നിഷേധിക്കും രേവതി ബാബു? അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ റെയിൻ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. റെയിൻ വാട്ടർ എങ്ങനെയാ മാജിക്കിൽ കൂടെയാണോ വരുന്നത്? പരിസ്ഥിതി മുഴുവൻ മലിനമാക്കിയിട്ട് എവിടെ നിന്നാണ് മഴവെള്ളം സംഭരിക്കാൻ കഴിയുന്നത്? കമ്പനി പറയുന്നത് കിൻഫ്രയിലെ പ്ലാന്റിൽ നിന്ന്. അതാണ് എന്റെ ചോദ്യം രേവതി ബാബു. നിങ്ങൾക്ക് ഇത് നിഷേധിക്കണമെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ വേണം. കമ്പനി ആ പെർമിഷൻ നിങ്ങൾക്ക് തേടുന്നില്ല രേവതി ബാബു. നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു പോയാൽ, ഈ കിൻഫ്ര പ്ലാന്റിൽ നിന്ന് വെള്ളമെടുത്തൊരു വ്യവസായ സ്ഥാപനം നിങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? കിൻഫ്ര പ്ലാന്റിൽ നിന്ന് വെള്ളമെടുത്തൊരു കമ്പനി നിങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക? ഈ കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നത് മലമ്പുഴയിൽ നിന്നാണ്. കാർഷിക വൃത്തിക്കും അതുപോലെ കുടിവെള്ളത്തിനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ തന്നെ പ്രതിഷേധം വന്നു കഴിഞ്ഞു. കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചതിനു ശേഷം, അഥവാ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചതിന് ശേഷം വ്യവസായ ആവശ്യങ്ങൾക്ക് നൽകാം. നിലവിൽ വ്യവസായ ആവശ്യത്തിന് വെള്ളം നൽകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കിൻഫ്ര പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നതും വാട്ടർ അതോറിറ്റി വെള്ളം കൊണ്ടുപോകുന്നതും വ്യവസായ ആവശ്യങ്ങൾക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിന്റെ നിലപാടെന്താ? വ്യവസായ ആവശ്യങ്ങൾക്ക് വെള്ളം നൽകേണ്ടതില്ല എന്ന നിലപാടാണോ? കുടിവെള്ളത്തിനും കൃഷിക്കും വെള്ളം കൊടുത്തതിനു ശേഷം ഗവൺമെന്റിന് എന്തിനാ ഇത്രയും പിടിവാശി? ഈ കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്ന ഈ പഞ്ചായത്തിൽ തന്നെ ഈ ഒരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ജലമാണ് ഈ കമ്പനിക്ക്. എന്നാൽ ധാരാളം ജലം ലഭ്യമാകുന്ന ആലപ്പുഴയിലോ കുട്ടനാടോ കൊണ്ടുപോയിട്ട് ഇത്തരം കമ്പനികൾ പ്രവർത്തിച്ചൂടെ? എന്തിനാണ് കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്ന ഈ പഞ്ചായത്തിൽ വന്നിട്ട് ഇത്തരം കർഷകരെ സഹായിക്കാനെന്നാണ് സർക്കാരും കമ്പനിയും പറയുന്നത്. അതെ, അതിന് ഞാനൊരു ഉദാഹരണം തീർച്ചയായിട്ടും അനുഭവങ്ങളിൽ കൂടെ പറയാൻ കഴിയും. പാലക്കാട്ടെ കർഷകരെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് പാർക്കിൽ നിങ്ങൾക്ക് ജോലി തരാം, കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, നാളികേരം അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിൻഫ്രയിലെ ഫുഡ് പാർക്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 10 വർഷമായി പ്രവർത്തിക്കുന്നു. അവിടെ ഇറക്കുന്ന നാളികേരങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമാണ്. ഇവിടുത്തെ കർഷകരുടെ നാളികേരം ഒന്നുപോലും എടുക്കുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞു പറ്റിക്കലല്ലേ? ആ അനുഭവം അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ മിനിറ്റ് നോക്കൂ. കർഷകരെ സഹായിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമല്ലേ മുൻഗണന കൊടുക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ വ്യവസായം വേണ്ടേ? 600 കോടി 650 പേർക്ക് നേരിട്ട് ജോലി കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വേണം. ജീവിക്കാൻ വഴിയില്ലാതെ
ജീവിക്കാൻ വഴിയില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ആരോഗ്യമില്ലാതെ, മാലിന്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ തൊഴിൽ ചെയ്യുന്നത്? അതുകൂടി ചിന്തിക്കണ്ടേ? നോക്കൂ, ഗവൺമെൻറ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞു എഥനോളും അതുപോലെ തന്നെ സ്പിരിറ്റും ഒക്കെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്ര കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റിന്റെ മുന്നിൽ ഈ എത്തനോളും സ്പിരിറ്റിന്റെയും മാത്രമേ കണക്കുള്ളൂ? കാരണം ഇവിടുത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി 20% ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അല്ല, അതൊരു വിശാലമായ ചർച്ചയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇതിൽ തന്നെ നിൽക്കേണ്ടതുണ്ട്. കാര്യം കർണാടകയിൽ നിന്നാണ് ഇത്രയും അധികം മദ്യം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതെന്നും കർണാടകയിലെ ലോബിക്കാണ് ഇതിന്റെ ലാഭമെന്നുമാണ് സർക്കാരും CPM പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ തിരിച്ചു വരാം. ദേവതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഫുഡ് പാർക്ക് അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കർഷകരെ സഹായിക്കാൻ വേണ്ടി എന്ന മട്ടിൽ വരും, അത് പിന്നീട് കർഷക വിരുദ്ധമായി തീരുമെന്നുള്ളതാണ് താങ്കളുടെ ഒരു വാദം. പക്ഷെ എനിക്ക് ഇനിയും മനസ്സിലാകാതെ പോകുന്നത്, പഞ്ചായത്ത് അവിടെ ഭൂഗർഭജലം ഈ കമ്പനി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അനുമതി നിഷേധിക്കും എന്നുള്ളതാണ്. അതിന് വ്യക്തമായ ഒരു ഉത്തരം ദേവതി തന്നിട്ടില്ല. കാര്യം നിങ്ങൾക്ക് സ്വേച്ഛാപരമായി അത് നിഷേധിക്കാൻ കഴിയില്ല. നിലവിലുള്ള ചട്ടപ്രകാരം ഭൂഗർഭജലത്തിനുള്ള അനുമതി കമ്പനി ചോദിക്കുന്നില്ലെങ്കിൽ മഴവെള്ള സംഭരണിക്ക് നിങ്ങൾക്ക് അനുമതി കൊടുത്തേ മതിയാവൂ. കിൻഫ്ര പാർക്കിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതിനുള്ള അനുമതി കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അത് ഇതിനകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തത്വത്തിൽ നിങ്ങൾക്ക് ആ കമ്പനിക്ക് അനുമതി നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Debate with Dr. Arun Kumar.